ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എത്ര കടുത്ത ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ നിന്റെ കണ്ണിനൊഴുകുന്ന ഈ കണ്ണുനീര് ശുദ്ധമാണോ? നീ പറയുന്ന വാക്കുകളൊക്കെ നിന്റെ മനസ്സിൽ തട്ടിയാണോ? അതെ ചേച്ചി, ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അങ്ങനെ ചെയ്ത ഞാൻ മനുഷ്യനായി പറഞ്ഞതിന് ഒരർത്ഥമില്ലാതായി പോവും. പോട്ടെ, ചിലപ്പോ ഈ വലിയൊരു തിരിച്ചറിവിന് വേണ്ടി ഭഗവാൻ നടത്തിയ ഒരു പരീക്ഷണമായിരിക്കും ഇത്. നീ പേടിക്കണ്ട, നിനക്കൊന്നും നഷ്ടപ്പെടുന്ന വിചാരിക്കാൻ വേണ്ട. ചേച്ചി എന്തൊക്കെ ഉള്ളിൽ ഒതുക്കിയ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നറിയോ? അതിന്റെ വില നിനക്ക് പറഞ്ഞോ മനസ്സിലാവില്ല. മനസ്സിലായി ചേച്ചി. ഇത്രയും നേരം ഞാൻ മുറിയിലിരുന്ന് ആലോചിച്ചത് കുഞ്ഞുനാൾ മുതൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതമായിരുന്നു. ചേച്ചിയോട് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്നോട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു. എന്റെ അച്ഛനും അമ്മയ്ക്കും പേർന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരുവിൽ പോയി കിടന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ഓരോ വാക്കും എന്നെ തിരിഞ്ഞു കുത്തുക. എന്റെ മനസ്സിൽ മുള്ള പോലെ കുത്തുക ഇപ്പൊ. അയ്യോ മോളെ, എന്നോട് പൊറുക്ക്, എന്നെ ശപിക്കില്ല ചേച്ചി. എടി, ഈ നേരം വരെ നിന്നോട് എനിക്ക് വൈരാഗ്യോ വിഷമോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ പിന്നെ ചിലപ്പോ ഈ കരയുന്നത് ഈ അനാഥ കുട്ടികളുടെ ഒരു ശീലമാ. ഒന്നുമില്ലാത്തവരെന്നുള്ള ബോധം ഉള്ളിൽ കിടക്കുന്നുണ്ട് പെട്ടെന്ന് പറ്റിപ്പോകുന്ന. അല്ലാതെ ചേച്ചി ഒന്നും ഓർത്തിട്ടല്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. ചേച്ചിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നീ മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് കൂട്ടായിട്ടും കൂടപ്പുറപ്പായിട്ടും. കരയാതെ. പ്രാർത്ഥിച്ചോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാ കാരണങ്ങളും നീക്കിയിട്ട് ഭഗവാൻ വെളിച്ചം കാണിച്ചു തരട്ടെ.